ഓപ്ഷനുകളും ചോയ്സുകളും ഒക്കെ നോക്കി പോകുന്നവരാരും ആരുടെയും ലൈഫിലേക്ക് കടന്നു ചെന്ന് അവരുടെ ഹൃദയത്തെ തച്ചുടച്ച് കളയാതെ ഇരിക്കുക, ഹൃദയത്തെ മുറിവേൽപ്പിക്കാതെ ഇരിക്കുക, ഹൃദയത്തെ കീറി മുറിച്ച് കളയാതെ ഇരിക്കുക. കാരണം ആ ഒരു നിമിഷത്തെ വേദന മതിയാവും. ചിലപ്പോൾ പലതും അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവാം പലരും ജീവിതത്തിൽ നിന്ന് പോലും നിരാശയിലേക്ക് പോവുകയും ഡിപ്രഷനിലേക്കും സ്വയം ജീവിതം തന്നെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നത്. അതിൽ നിന്നും കരകയറാൻ അല്പ ബുദ്ധിമുട്ട് തന്നെയാണ്. ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടുള്ളവർക്കറിയാം. പക്ഷേ എല്ലാവരും ഒരുപോലെയല്ല എന്ന് തിരിച്ചറിയണം. ആരെയും കൊണ്ട് പാതി വഴിയിൽ എറിഞ്ഞു കളഞ്ഞിട്ട് വേദനിപ്പിച്ച് ഹൃദയത്തെ പിച്ച് ചീന്താനായിട്ട് ഒരു വ്യക്തിയെയും ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്താതെ ഇരിക്കുക. കാരണം ആരും അങ്ങനെ ഒരു കാര്യത്തിന് ആഗ്രഹിക്കുകയില്ല. എല്ലാവർക്കുമുണ്ട് അവരുടേതായ മൂല്യങ്ങളും അവരുടേതായ ഇഷ്ടങ്ങളും ഒക്കെ. പക്ഷേ സ്വന്തം ഇഷ്ടത്തെ, സ്വന്തം സ്നേഹത്തെ കുരുതി കൊടുത്തിട്ട് സ്വയം വരുത്തി വയ്ക്കുന്ന ചില അബദ്ധങ്ങളാണ് പലപ്പോഴും നിരാശയിലേക്കും ഡിപ്രഷനിലേക്കും സ്വന്തം ജീവൻ തന്നെ നാശത്തിലേക്ക് എത്തിക്കാനായിട്ട് സാഹചര്യമുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരിഷ്ടം, ഒരു കൗതുകം ഒക്കെ തോന്നുമ്പോൾ എനിക്കിതിനെ സാധിക്കുകയുള്ളൂ, എനിക്കിങ്ങനെ മാത്രമേ പറ്റുകയുള്ളൂ, അത് മുൻകൂട്ടി പറഞ്ഞിട്ട് മാത്രം ഏത് റിലേഷനും തുടങ്ങി വയ്ക്കുക. പ്രണയിക്കാനും സ്നേഹിക്കാനും എല്ലാവരും ആഗ്രഹിക്കപ്പെടുന്നതാണ്. നമുക്കൊരാൾക്ക് കൊടുക്കേണ്ട ഏറ്റവും മൂല്യമേറിയത് റെസ്പെക്റ്റാണ്. ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം അവരെ ബഹുമാനിക്കുക, അവർക്ക് മൂല്യം കൊടുക്കുക എന്നതാണ്. അല്ലാതെ മറ്റുള്ളവരോടൊപ്പം അവരെ തരം താഴ്ത്തി കാട്ടാനും അവരെ ഒഴിവാക്കാനും ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പലയിടത്തും വേദനകളുണ്ടാകുന്നത്. എല്ലാ രീതിയിലും പ്രിയപ്പെട്ടതേ എന്ന് കരുതിയിട്ട് അവസാനം ഒന്നുമായിരുന്നില്ല, എൻ്റെ മുൻപിൽ അവർക്ക് മുൻപിൽ താൻ ഒന്നുമല്ല എന്ന് കാട്ടിക്കൊടുക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും പല വ്യക്തികളും, സ്ത്രീയായാലും പുരുഷനായാലും ആത്മഹത്യയായാലും അതുപോലെ തന്നെ ഡിപ്രഷനിലേക്കുമൊക്കെ കടന്നു പോകുന്നത്. ആ സാഹചര്യം ഉണ്ടാക്കാതെ ഇരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർ വിചാരിച്ചാലും സാധിക്കും. പക്ഷേ നമ്മളെക്കൊണ്ട് ഒരിക്കലും ആരെയും തിരുത്താൻ സാധിക്കുകയില്ല. എല്ലാം സ്വയം മനസ്സിലാക്കി ചെയ്യാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കും. ഞാനായിട്ട് മറ്റൊരാളുടെ മനസ്സ് മുറിവേൽപ്പിക്കരുത്, കണ്ണുനീരിന് കാരണക്കാരനാവരുത് എന്ന് ചിന്തിക്കാൻ. അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. ഒരു മനുഷ്യായുസ്സിന്, ഒരു മനുഷ്യ മനസ്സിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യവും അതുതന്നെയാണ്. നമ്മളെല്ലാവർക്കും നന്മ ചെയ്തു കൊടുത്തോ എല്ലാവരുടെയും സങ്കടം സന്തോഷമാക്കി കൊടുക്കാനോ നമുക്ക് സാധിക്കുകയില്ല. നമ്മളെന്നല്ല ആർക്കും സാധിക്കുകയില്ല.